നിങ്ങൾ അതൊരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനാപരമായ ചർച്ച നടത്തുമ്പോൾ തന്നെ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഓരോരുത്തരുടെയും പദവിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തല്ലോ ഭരണഘടനാ നിർമ്മാണ സഭ. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഈ ഗവർണറുടെ പദവിയെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കമായി. ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് അവസാനം ഒരു ജനാധിപത്യ സമൂഹത്തിൽ എല്ലാ അധികാരാവകാശങ്ങളും അസംബ്ലിക്കാവുമ്പോഴും പാർലമെൻറ്റിനാവുമ്പോഴും അവിടെ ഗവർണറെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ അവരത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ള നിലപാടല്ല സ്വീകരിച്ചത്. ഗവർണർ ആവട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു അധികാര കേന്ദ്രമെന്ന നിലയിൽ അത് ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു ഭരണഘടനാ നിർമ്മാതാക്കളുടെ ധാരണ. അത് പിന്നീട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഞങ്ങൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടും അല്ലാതെയും CPIയും ഒരു കാര്യം അന്നു മുതലേ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകരിച്ച നിലപാട് ഗവർണറെ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ മേലെ അധികാര കേന്ദ്രത്തിൽ നിർത്തേണ്ട കാര്യമില്ല, അത് പിൻവലിക്കേണ്ടതാണ് എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ CPIയുടെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒക്കെ നിലപാടായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യമാണ്. അത് ഇപ്പോഴാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ പുറപ്പെടുന്നതിൻ്റെ അകത്ത് വലിയ കാര്യമില്ല, അത്രയേ ഉള്ളൂ. അവർ പറഞ്ഞിട്ടുണ്ട്, ആ പറയുന്നതിൽ ഞങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ തന്നെ നിലപാടത്, അത്രയേ ഉള്ളൂ. അതതിൻ്റെ അടുത്താണ് ഞാൻ ഇത്രയും പറഞ്ഞില്ലേ വിശദീകരിച്ചിട്ട്. ഇല്ല, ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ, CPIക്ക് ഒരു നിലപാടേ ഉള്ളൂ, CPMന് ഒരു നിലപാടേ ഉള്ളൂ. ഗവർണർമാരെ യഥാർത്ഥത്തിൽ പിൻവലിക്കേണ്ടതാണ് എന്നതാണ് ഞങ്ങളുടെ എല്ലാ നിലപാടും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? മുമ്പേ അത് ഇപ്പോഴല്ല മുമ്പേയുള്ള നിലപാട് അതാണ്, ഇനിയുള്ള നിലപാടും അത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിവാദത്തിൽ CPM അത്ര ശക്തമായി ഗവർണർക്ക് രംഗത്ത് വരുന്നില്ല. ഞങ്ങൾക്ക് ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത് ആദ്യം. പ്രസാദ് എന്ന മന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് ആ വാർത്ത വന്ന ഉടനെ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ മാങ്ങാട്ടുപറമ്പ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിൽ നിന്നാണ് പ്രതികരിച്ചത്. അവിടെ അവിടെ നിന്നാണ് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? വർഗീയവൽക്കരണത്തിൻ്റെ ഉപകരണമായിട്ട് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിലായാലും അല്ലെങ്കിൽ BJP വിരുദ്ധ ഗവൺമെൻറ്റുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും. അത് പൊതുവായിട്ട് പറഞ്ഞിട്ട് കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രമങ്ങളുണ്ട് അവരുടെ. അത് യൂണിവേഴ്സിറ്റി തലത്തിലുൾപ്പെടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഇതിൻ്റെ വേറൊരു പതിപ്പാണ് ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ. അത് പൊതുസ്ഥലമാണ്, നിയമസഭ പോലെ. അതുപോലെ തന്നെ നിയമസഭയ്ക്ക് പുറത്ത് വേണമെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലെ ഒക്കെ ഒരു പൊതു സ്ഥലമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണോ സംസ്ഥാന ഗവൺമെൻറ്റാണോ എന്നുള്ളതല്ല, അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പൊതുവിടമാണ്. ആ പൊതുവിടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. അത് ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ കൊടിയും പിടിച്ചിട്ട് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നിയമസഭകളിലേക്കെല്ലാം പോയാൽ എന്തായിരിക്കും സംഭവം ഉണ്ടാകുക? എന്നിട്ട് ആ കൊടി അവിടെ വെച്ചിട്ട് ആ കൊടീൻ്റെ മേലെയാണ് ഇനി എല്ലാവരും പുഷ്പാർത്ഥന നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? അസംബന്ധമാണത്. അതിനെയാണ് ഞാൻ ശക്തിയായിട്ട് വിമർശിച്ചത്. അത്തരത്തിൽ അവിടെ പുഷ്പാർത്ഥന നടത്തിയിട്ട് മാത്രമേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടത്താൻ അനുവദിക്കുള്ളൂ എന്ന നിലപാടിനോട് യോജിക്കാതെ പുറത്തു വന്ന് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിനെ അഭിനന്ദിക്കുന്നു എന്ന് ആ യോഗത്തിലാണ് ആദ്യത്തെ ആ പ്രതികരണത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് അപ്പോൾ ശരിയാണ്, ഇപ്പോൾ ശരിയാണ്. ഇപ്പോഴത്തെ വ്യാഖ്യാനങ്ങൾ വരുന്നത് ഈ സർക്കാരിൻ്റെ അവസാന വർഷമാണ്, ആ ഘട്ടത്തിൽ ഗവർണർ ഏറ്റുമുട്ടലിൽ പോകണ്ട. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനൊന്നും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എവിടെയാണ് ഒത്തുതീർപ്പുള്ളത്? ഞാനല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങളിപ്പോഴും CPMനെ പറ്റിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പറ്റി പറയുമ്പോൾ എവിടെയാണ് ഒത്തുതീർപ്പുള്ളത്? ഇത്രയും ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടില്ല, ക്ലാരിറ്റി ആയില്ലേ? ഇനിയും വിശദീകരിക്കണോ? ക്ലാരിറ്റിയോടെ വിശദീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് വളരെയും വിശദീകരിക്കാം. ഞങ്ങൾ കൃത്യമായ ധാരണയോടുകൂടിയാണ് പറഞ്ഞത്. ആ പറഞ്ഞത് രാജ്ഭവൻ ഒരു RSS കേന്ദ്രമാക്കി ഉപയോഗിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമാക്കി ഉപയോഗിക്കാൻ പാടില്ല. ഈ പിൻവലിക്കണം, ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നൊരു ആവശ്യം ഈ ഘട്ടത്തിൽ CPM മുന്നോട്ട് വയ്ക്കാൻ അത് ഈ ഘട്ടത്തിൽ വെക്കുന്നതല്ല.
അത് ഈ ഒരു ഘട്ടത്തിൽ വിളിച്ചാൽ മാത്രം ഒരു ഗവർണറെ മാത്രമായിട്ട് പിൻവലിക്കാനൊന്നും സാധിക്കുന്നതല്ല. ഭരണഘടനാപരമായ രീതിയിലുള്ള വലിയ മാറ്റം വേണം, എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇപ്പോഴും ആ ഒരു മുദ്രാവാക്യം വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ഞങ്ങൾ പണ്ടേ വെച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്, ഇനിയും വെക്കാൻ സാധിക്കുന്ന മുദ്രാവാക്യം തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് തർക്കമുള്ള ഒരു തർക്കവുമില്ല. നിലമ്പൂർ ഡൽഹി പോയി വന്ന ശേഷം കണ്ടപ്പോൾ തോന്നുന്നു പക്ഷേ നിലമ്പൂർ കുറച്ചും കൂടി ഒന്നും ശക്തിയായിട്ട് അനുകൂലമായി മാറിയിരിക്കുകയാണ്. UDF ഒന്നും പറയാനില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. വികസനത്തെ പറ്റിയായിരുന്നു കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം വീന്ന് വേണ്ടിയില്ല, മുണ്ടിയ അപകടമാകുമെന്ന് അവർക്ക് മനസ്സിലാവാം. അതുകൊണ്ട് അതില്ല. സിൽവർ ലൈനെ പറ്റി അവർ മിണ്ടുന്നില്ല. നാഷണൽ ഹൈവേ പൊളിഞ്ഞു കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷവും പൊളിഞ്ഞു. ആ സന്തോഷം കൃത്യമായിട്ട് ഗഡ്കരിയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പ് നൽകി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ കുറ്റങ്ങളൊക്കെ പരിഹരിച്ച് നാഷണൽ ഹൈവേ അടുത്ത വർഷമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു പുതുവർഷ പുലരിയിലെ ഏറ്റവും വലിയ സമ്മാനമായിട്ട് അത് കിട്ടും എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെല്ലാം വലിയ രീതിയിൽ പണം വാങ്ങിയതാണ് ഈ കോൺട്രാക്ടർമാരുടെ ഒരു വലിയ വിഭാഗം. പണം എങ്ങനെയാണ് വാങ്ങിയതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ടിൽ പണം കൊടുത്തവരാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷികൾ.